Hey guys, അങ്ങനെ സേവ് ദ ഡേറ്റ് ഷൂട്ടിന്റെ ദിനം എത്തിയിരിക്കുകയാണ്. രാവിലെ മുതലേ കോസ്റ്റ്യൂമിന്റെ അത് അവൾ ഇട്ടു പോയി. ഇന്നലെ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ അത് സൈസ് അല്ല. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വെസ്റ്റ് സൈഡിലോട്ട് എടി മിണ്ടായിരടി കുരിപ്പേ വെസ്റ്റ് സൈഡിലോട്ട് പോയിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റിയെടുക്കണം. അപ്പോൾ അരവിന്ദ് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് എന്നിട്ട് രാവിലെ മേക്കപ്പിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഡ്രസ്സ് നമ്മൾ സെറ്റ് ആവാതെ മേക്കപ്പ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവില്ലല്ലോ. അപ്പം വർഷയും അവളുടെ കൂട്ടുകാരിയും വന്നിട്ടുണ്ട്. നമ്മളിനി പതുക്കെ നൈസായിട്ട് ലുലു മോളിലോട്ട് പോട്ടെ ഗൈസ്. എന്നിട്ട് അവിടെ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് പോയി ബാക്കി ഷൂട്ട് നടത്താം. ഹായ് അഗ്രങ്കെ വ്ളോഗ് വർഷ ഇവിടെ ആഹാ അച്ഛാ അമ്മ ഞങ്ങൾ പോയിട്ട് വരാം. ഇവിടെ ഷൂറാക്ക് അടിപൊളിയല്ലേ, ഭയങ്കര രസമാണ്. ഇത് ഈ ഷൂറാക്ക് ഇവിടെ കൊണ്ട് വെച്ചതാണ് ഷൂറാക്കുകാർ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഗൈസ്. കാരണം ഇതിലും വലിയ പ്രൊമോഷൻ കിട്ടില്ല. പക്ഷെ അത് കിട്ടുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സ്റ്റുഡന്റ്. ഇത് അവർ പറഞ്ഞിട്ട് പറഞ്ഞല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് പറഞ്ഞാണ്. എടാ വാടാ പോവാം. ഞങ്ങൾ ഇനി നേരെ ലുല്ലോട്ട് പോയി ഡ്രസ്സ് മാറ്റി എടുത്തിട്ട് പോവാം ഗൈസ്. ഏഞ്ചൽ റെഡിയായി കിടപ്പുണ്ട് ഗുയിസ്. സന്ധ്യ പോവാടാ. ആദ്യം നേരെ ലുലുലോട്ട്, ലുലുന്ന് പിന്നെ കവടിയാറോട്ട്. ഓക്കെ സന്ദീപേ, ഇത്രയും സമയം ഉണ്ടായിരുന്നു നമുക്ക് ആ സ്കൂള് മൊത്തം കല്യാണം വിളിച്ച് തീർത്തുവിടായിരുന്നാടാ ഗൈസ്. ഭയങ്കര പ്ലാനിങ്ങിന്റെ കുറവ് ഗൈസ്. ജോഷയൊന്നും വരട്ടെ, അവൻ ജോർജിയെന്ന് ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഫുൾ ഡേ കൊടുത്തിട്ട് ഹാഫ് ഡേ ഒന്നും നടന്നിട്ടില്ല ഗൈസ്. അവളിപ്പോൾ ഒരു ഡ്രസ്സ് ഇപ്പം സെറ്റായി. പാൻറ്റലൂംസിലെങ്ങാണ്ട് വന്നപ്പോൾ, പാൻറ്റലൂംസ് അല്ലേ ഇത്, പാൻറ്റലൂംസ് വന്നപ്പോഴത്തേക്കും ഒരു ഡ്രസ്സ്, ഒരു ഫ്രോക്ക് പോലത്തെ ഡ്രസ്സ് ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയും കൂടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഗൈസ്. അത് ഇഷ്ടമായല്ലേ സെറ്റ്. അപ്പോൾ അടുത്ത അവിടെ ഓർണമെന്റ്സ് ഉണ്ട്, നോക്കി നീ അതും കൂടെ നോക്കി ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ട് ഇറങ്ങാം. ലുലു മോളിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കടകളും ഞങ്ങൾ കയറി ഇറങ്ങി നിരങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഷൂട്ട് ചെയ്യേണ്ട സമയത്ത്. എനിക്ക് ഇതിൽ ഒരു പരോക്ഷമായും ബന്ധമില്ല, തീരുന്നില്ല ഗൈസ്. ഇന്നലെ എടുത്തൊക്കെ സൈസും കറക്റ്റില്ലായിരുന്നു, ചേർന്നില്ലായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് കറക്റ്റായിട്ടാണ് എടുത്തത്. ആർക്ക്? നിനക്കാ? എന്റെ സൈസായിരുന്നു. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തത് കവടിയാറ്. ഓ നല്ലതായിട്ട് പൊക്കോണ്ടിരിക്കും. നേരിട്ട് ചെറുതാണ്. താങ്ക് യു. ഓക്കെ ഗൈസ്, ഞങ്ങളപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കവടിയാർ ഗോൾഫ് ലിങ്സിലോട്ട് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, വൈകുന്നേരമായി നമ്മൾ ഗോൾഫ് ലിങ്സിലോട്ട് പോയി അവിടെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടുത്തെ ടൈം ഫിനിഷായി. അതായത് ആ ഷോട്ട് 7 ഷോട്ടാണ് എടുക്കേണ്ടിരുന്നത്, അത് നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇഞ്ചിയായി ഗൈസ്. കാരണം നമ്മൾ ഒരു ഫുൾ ഡേ അവിടെ അങ്ങ് വേസ്റ്റ് ആവുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങി. ഇനി നൈറ്റിൽ ഒരു ഫ്ലാറ്റിനകത്താണ് ബാക്കി കുറച്ച് ഷോട്ടുകൾ വരുന്നത്. അതെങ്കിലും പോയി ഒന്ന് വൃത്തിക്ക് നടക്കുമോ എന്ന് നോക്കാം ഗൈസ്. ലാക്ക് ഓഫ് പ്ലാനിങ് ഈസ് ദി എവിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കട്ട പോസിറ്റീവാണ്. ഇനി എല്ലാം നമ്മൾ നടത്തിച്ചിട്ടേ വരുവുള്ളൂ. അമ്മ രാവിലെ പോയ പരിപാടി ഒന്നും നടന്നില്ല അമ്മ. ആ ഓക്കെ ടാറ്റ. ഇനിയെങ്കിലും നടക്കട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കമ്മ. ഞങ്ങൾ കല്യാണം വിളിക്കാൻ പോയിട്ട് സമയം താമസിച്ചോണ്ട് ഞാൻ കോവിലിൽ ആണാ? ശരി ഓക്കെ ചേട്ടാ, പോയിട്ടാവേ. തീരുമോ? അവളുടെ നെറ്റിയിൽ എന്തോന്നൊരു ഉണ്ടായിരിക്കണ പൂ വെച്ചു കൊടുത്താ. എടി സുന്ദരിയാക്കിയാടി നിന്നെ, തലയില് പൂവൊക്കെ വെച്ച് വെക്കാണ്. സുന്ദരി, പോയിട്ട് വരാം. സേവ് ദ ഡേറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ, ഇതെങ്കിലും നമ്മൾ സെറ്റപ്പ് ആക്കും ഗൈസ്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ ആണ് ഗൈസ്. ആ ജോഷുവ അവൻ ജോർജിയയിൽ നമ്മുടെ യുദ്ധം, US ഇറാൻ യുദ്ധം കാരണം കുറെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അവൻ ഇന്നലെ വരേണ്ടിയിരുന്നതാണ്. അപ്പൊ അവൻ എത്തിയില്ല, അതുകൊണ്ടാണ് ഇത്ര ഒരിത് വന്നത്. ഓക്കെ, അപ്പൊ ഇനി പോയി നമുക്ക് ഫ്ലാറ്റിലെ ഇൻഡോർ ഷൂട്ടുകളൊക്കെ എടുക്കാം. ഇവിടെയാണ് ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വർഷയുടെ ഷോട്ടുകളൊക്കെ തീർക്കണമെന്ന് വിചാരിച്ചാണ്, എന്തായാലും നടന്നില്ല. കാരണം ഇത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ, ഇന്ന് നാളെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഞ്ജു ചേച്ചിയുടെ ആക്ടിങ് വർക്ക്ഷോപ്പാണ്. അത് കയറി കഴിഞ്ഞാൽ ഇറങ്ങണ കാര്യമാണ് പാട്. അപ്പോൾ എന്തായാലും ആദ്യം ഇത് പോയെന്ന് സെറ്റപ്പ് ആക്കട്ടെ. പേരൂർക്കടയിലാണ് ഗൈസ് ഇവര് ഫ്ലാറ്റ് എടുത്തത്. സന്ദീപേ, ഈ ഷൂട്ടെങ്കിലും നടക്കുവാടാ? നടക്കണം, ഇല്ലെങ്കിൽ പ്ലാനിങ് എല്ലാം മാറും. അതെ, നിങ്ങള് ഇന്ന് പുഴുങ്ങിയാടി 2 എണ്ണം കൂടെ. എന്ത് സത്യസത്യത ഉള്ള പിള്ളേരത്. ഇതെങ്കിലും ഞങ്ങൾ പുഴുങ്ങാതെ തീർക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇടാ കിഴങ്ങേടാ, മകളെ നിന്നല്ലേടാ, നിന്റെ പുറകിൽ ഓർമ്മയുണ്ട്. ഇത് ഇന്നെങ്ങാനും നടക്കുവാടാ ഇത്?
ആ ഓക്കെ 16ാമത്തെ വട്ടമാണ് അവളുടെ മുടി ഇന്ന് ചുരുട്ടണത്. അതെ ഗൈസ്, ഇവിടെ ഇവര് ഒരു ഫ്ലാറ്റില് ഒരു സെറ്റ് ഇട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ബേസിക്കലി ഇതാണ് ഫ്ലാറ്റ്. ഇതാരും നോക്കൂ സുഹൃത്തുക്കളെ, കാലങ്ങൾക്ക് ശേഷം ആർദ്ര വീണ്ടും എന്റെ വ്ളോഗില്. നിന്റെ ഒരു അനക്കം ഇല്ലല്ലോടാ ഇപ്പൊ ഒരിടത്തും. അനങ്ങ് ഓയ്യോ അമ്മച്ചി അവിടെ വീണ്ടും അനങ്ങി സുഹൃത്തുക്കളെ. എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പം നീ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാല്ലേ. മൂവി ഏരിയയിലോട്ട് കയറിയിരിക്കുകയാണ് വലിയ പുള്ളികൾ. ഇവളാണ് ഇന്ന് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇമോഷണൽ ആവുന്ന ഒരു സീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നു. ഞാൻ ഇമോഷണൽ ആവുന്നതിന് പകരം പക്ഷെ ഇമോഷണൽ ആയ പോരെ. നീ ഫോൺ വിളിക്കണതിനിടയിൽ നീ അത് കേട്ടു എന്നുള്ളതാണ്. ഇല്ല ഇല്ല എടാ എടാ ബുദ്ധിപരമായിട്ടെടാ, ഞാൻ ഇമോഷണൽ ആവുന്നതിന് പകരം വർഷ ഇമോഷണൽ ആവുകയാണ്. കിടിലായി ട്വിസ്റ്റ്. എന്നാ പൊളിക്കുവടി. വിക്സാ ഇവരെ പുറത്തു കൊണ്ടുപോടാ. മക്കളെ അതൊന്നും ഇട്ടൂടാ. നിന്റെ കണ്ണി തേച്ച ആദ്യം കാണിച്ച എങ്ങനെയാണ് കരയേണ്ടതെന്ന്, എന്നിട്ട് ഞാൻ നോക്കാം. ഓക്കെ, അപ്പം ചെറിയൊരു ഇമോഷണൽ സീൻ ഉണ്ട്, നോക്കാം. എന്തൊരു പാടാ, ഞാൻ ചെയ്ത് സെറ്റാക്കാം. ഗ്ലിസറിൻ ആണാ? നോക്കാം ഗൈസ്, നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒരു കണ്ണിന്റെ ഷോട്ട് എടുക്കാൻ 1 മണിക്കൂർ സുഹൃത്തുക്കളെ. നിങ്ങൾ എന്തിനു കാണിക്കണ? എടാ പാവ പെങ്കൊച്ചിനെ നോക്കിയാണ്. അവരവിടെ വേറെ തന്നെ കലാപരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. മോള് പറഞ്ഞു എന്തുവാണ് കൊച്ചിനറിയാ ഇതുങ്ങളെല്ലാം ഉടായ്പ കാണിക്കണത്. പിന്നെ അതങ്ങ് ആക്ട് ചെയ്യണ്. തിരിച്ചോട്ടിക്കാൻ പറ്റില്ല. ഇതെന്നാ എന്തരടാ നീ കാണിച്ചോണ്ടിരിക്കണ? ചുമ്മാ എന്നെ പേടിപ്പിക്കാതെ കൊച്ചിടിക്കുക. ഇങ്ങനത്തെ ആദ്യം പ്ലസ് അല്ലല്ല സെന്റർ അതല്ലാന്ന്. ഈ സൈഡ് സെറ്റ് ചെയ്തരാം. ഞാൻ പച്ച തരാന്ന് കുറെ പറ്റിച്ചിട്ടുണ്ട് ഞാൻ. അയ്യോ എടാ ജോർജിയെന്ന് വരുന്ന തെണ്ടി, ഞാൻ ഇന്നലെ ഉച്ചക്ക് ഇറങ്ങിയതാണ്. ഞാൻ ഒരു ഇടി വെച്ചെന്നാണ്ടല്ല, രാവിലെ മൊത്തം ഇഞ്ചിയായി. സെറ്റാ തിരുതാപുരം നമുക്ക് പരിപാടി. ഇരി എന്നെ എവിടെ പിടിച്ചിട്ടാ ജോർജിയയില്? അതല്ല ഫണ്ണ്. ഞങ്ങളിപ്പം ഖത്തർ കയറിയാണ് പറഞ്ഞത്. ഖത്തറിൽ കൂടെയാണോ വന്നത്? അവിടെ തുറന്ന എയർപോർട്ട് തുറന്ന? എനിക്കൊരു പിടിയില്ല. അതുവഴി വന്ന് 2-3 ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. എന്നിട്ട് എത്തി ഞങ്ങള്. കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ, വേറെ സീനൊന്നും അവിടെ അങ്ങനെ സീനൊന്നും ഇല്ലായിരുന്നു. രാവിലെ മൊത്തം അഴുവലായിരുന്നടാ. മൊത്തം അഴുവലെന്ന് പറഞ്ഞാൽ മൊത്തം അഴുവല്. അത് ഞാൻ വരാത്തതിൻ്റെതായിരിക്കില്ല. സെറ്റാ ബാക്കി പെട്ടെന്ന് സെറ്റാക്കുന്നേ. വീഡിയോ പവറായ പോലെ എന്തൊരു വീഡിയോ പവറായ പോലെ വീഡിയോ പവർ നേരെ സമയമില്ലടാ. ഇതിപ്പോ ഈ ഷോട്ട് നമ്മൾ എന്നെടുക്കും? രാവിലെ മിസ്സായത് 3 ദിവസം ചേച്ചിയുടെ വർക്ക്ഷോപ്പ് ഉണ്ട്. നാളെ രാവിലെ ബാക്കിയൊക്കെ എടുത്ത് വെക്കണ്ടേ? ഞങ്ങൾ പ്ലാൻ ഇട്ടെ കേസ് കഴിഞ്ഞ പിള്ളേരെ പറ്റിക്കാൻ ടീം. എടാ ഇത്രയും സ്നേഹത്തോടു കൂടി പറ്റിക്കാൻ നിന്ന് തരുന്ന ആ കൊച്ചിനൊരു ഷൗട്ട് ഔട്ട് കൊടുത്താലേ പറ്റുള്ളൂ. പോളെ മകളെ നോക്കൂ, മാമനും മാമിമാരൂടെ എന്താ ചെയ്ത് മാക്സിൻ ലാക്കോട് കൊടു പൊളിച്ചെഴുതാൻ പറ്റൂല. എന്താണ് പോയി ഡോർ വർഷം ചേട്ടാ ഡോർ കൂട്ടിയിട്ടേ നമ്മളെല്ലാം പിള്ളേരെ പറ്റിക്കാനായിട്ട് ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ടെന്ന് ഗൈസ്. ഇന്നത്തെ രാവിലത്തെ ഷോട്ട് നാളെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടലി 2.5 മിനിറ്റിന്റെ പ്ലാൻ ഉണ്ട്. അപ്പൊ അത് കട്ട് ഷോട്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റേ വരുള്ളൂ. 1 മിനിറ്റ് എക്സ്ട്രാ ആണ് ഇട്ടിരുന്നതാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഷോട്ടുകൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷെഡ്യൂൾ തെറ്റൂല. എനിക്ക് ജീവൻ വെച്ച് ഗൈസ്, എനിക്ക് ജീവൻ വെച്ച്. എടാ നാളെ അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് അവിടെ ക്ലിനിക്കിൽ പോയിട്ട് നീ 1 മണിക്കൂർ വരണം കേട്ടോ. അപ്പൊ അത് അതങ്ങ് തീർത്ത് വിടാം. കോസ്റ്റ്യൂം നീ
രാത്രി 11:45 ഗൈസ്. ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. വർഷ അഭിനയിച്ചു തുടങ്ങി. വർഷം 2ആയി. തുറന്നിടുന്ന ആദ്യം ഒന്ന്. ഞങ്ങളിത് മൊത്തം ഒന്ന് ഇവിടത്തത് മൊത്തം അയ്യോ തീർത്തിട്ട് വരാം ഗൈസ്. ഓ 1:30 മണിയായപ്പം ഷൂട്ട് നമ്മൾ പകുതി തീർത്തു. ആദ്യത്തെ ദിവസത്തെ എന്റെ പാതി തീർത്ത്. ഓ അങ്ങനെ ഷൂട്ട് തീർന്നു. അതും വീണു. ഓഫ് എടാ എങ്ങനെ പോയടാ? സൂപ്പർ കേക്ക്. ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോഴത്തേക്കും താങ്ക് യു നമുക്ക്. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ നിന്റെ ഷൂട്ട്? പിന്നെ ഒറ്റ ടേക്കിലൊക്കെ അത് ക്ലോസ് ഷോട്ടൊക്കെ. ആരാ? ഓ എടി എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഷൂട്ട് കാണല്? നമുക്ക് വീട്ടിൽ പോയാൽ ഇനി ഗൈസ് രാവിലെ 8 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോട്ടെ. നമ്മള് അതൊക്കെ വെറുതെ ഒരു ഡെക്കറേഷൻ ഉണ്ട് അവന്മാര് വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. 16 വട്ടം. ഓക്കെ അപ്പൊ ഇനി ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സെറ്റ് ആയിരുന്നു ഗൈസ്. ബൈ ബൈ. നാളെ ഇതിന്റെ കംപ്ലീറ്റ് ഷൂട്ട് നമ്മൾ തീർക്കും ഇല്ലേടാ? 3 ദിവസത്തെ ഷൂട്ട് 2 ദിവസം കൊണ്ട് തീർക്കും എന്നുള്ള വാഗ്ദാനത്തിൽ ജോഷോ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. എടാ നീ വണ്ടി ഓടിക്കുമല്ലേ? പൂത്ത ഉറക്കമായിരുന്നു ഗൈസ്. എവിടെ വർഷ നീ നടി പൊളിച്ച്. ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തേക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നതിന് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. നാളെ വരാം ബാക്കി ഷൂട്ട് വിശേഷങ്ങളുമായി.